സാർ ഇപ്പം ഈ രാജഭരണമൊക്കെ അവസാനിച്ച സമയത്ത് അന്ന് രാജകുടുംബത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ സർക്കാരിന് കൈമാറി. അന്ന് ചില എഗ്രിമെൻറ്റുകളൊക്കെ ഒപ്പുവെച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പിന്നീട് ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമായി പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നൽകാറുണ്ട്. ഇപ്പം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഹരിപ്പാട്ടുണ്ട്, ഈ തൃപ്പൂണിത്തറയിലുണ്ട്. ഇപ്പോൾ അത് നിർത്തലാക്കാൻ പോകുന്നു എന്ന് പറയുന്നു. എങ്ങനെയൊന്ന് വിലയിരുത്താൻ പറ്റും അതിനെ? അത് നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ ജാതി സ്പർദ്ധയോ മറ്റേ സാമുദായിക സ്പർദ്ധയോ ഒന്നും കാണാനില്ല. വിവിധ മതസ്ഥരായിട്ടുള്ള ആൾക്കാർ ഒന്നിച്ച് താമസിക്കുന്നുണ്ട്, അവർ കടകൾ നടത്തുന്നുണ്ട്, ജാതി മതവും നോക്കാതെ കടകളിലേക്ക് പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ മാധ്യമത്തിലേക്കും പൊളിറ്റിക്സിലേക്കും നോക്കിക്കഴിഞ്ഞാൽ മുഖ്യ സാധനം ഈ മതവും ജാതിയും വർഗീയതയൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയത്തിൽ ഇത് പ്രയോഗിക്കുന്നു, അത് മാധ്യമങ്ങളുടെ പുറത്തു വരുന്നു. ഇത് കേരളത്തിൽ ഇത് വർദ്ധിക്കാൻ കാരണം ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇത് കൈകാര്യം ചെയ്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഇപ്പോൾ ഈ ഒരു തീരുമാനം വന്നു. ഈ തീരുമാനം വന്നതിൻ്റെ പശ്ചാത്തലം നോക്കിക്കണം. പശ്ചാത്തലം ഇതിപ്പം ക്ഷേത്രങ്ങൾ സർക്കാർ ഏറ്റെടുത്തു, ദേവസ്വം ബോർഡ് വന്നു. ഇപ്പം തന്നെ ഈ ചില ഹൈന്ദവ നേതാക്കൾ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ ഭരണം ഹിന്ദുക്കളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇതൊരു പശ്ചാത്തലമായിട്ട് നിൽക്കുന്നുണ്ട്. അതേസമയത്ത് രാജഭരണം അവസാനിച്ചപ്പോഴത്തേക്ക് ആചാരങ്ങൾ അതേപടി തുടരണം എന്ന് പറഞ്ഞിട്ട് ആണ് ആ ഒരു കവനൻ്റ് ഒപ്പിട്ട് കൈമാറുന്നത് സാർ. അപ്പോൾ അതിൻ്റെ അന്ന് തുടങ്ങിയിട്ടുള്ളതാണെങ്കിൽ അന്നത്തെ ഭാഗമാണെങ്കിൽ അത് തുടരേണ്ടതാണ്. അപ്പോൾ ഇതൊരു പെട്ടെന്നൊരു വിഷയമായി മാറുന്നു. അപ്പോൾ കേരളത്തിൽ നമ്മളിപ്പം വിശേഷം നമ്മുടെ ഈ സർക്കാരിൻ്റെയൊക്കെ വളരെ ചില സൂത്രപ്പണികൾ കയ്യിലുണ്ട്. ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടൊരു വിഷയത്തിനെ കൊണ്ടിട്ട് കുറച്ച് ദിവസം അത് ചർച്ചയാക്കുക. അത് മാധ്യമങ്ങളെടുത്ത് വളരെ വിശദമായിട്ട് ഇപ്പം വൈകുന്നേരങ്ങളിലൊക്കെ ചർച്ച ചെയ്യും. ഇപ്പം നമ്മൾ പോലും ചർച്ച ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്, പത്രങ്ങളിലൊക്കെ വരുന്നു. അപ്പോൾ ഒരു വിഷയത്തിൽ നിന്ന്, യഥാർത്ഥ വിഷയത്തിൽ നിന്ന്, സംസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ള ഒരു ടാക്ടിക്സ് വളരെ മനോഹരമായിട്ട് ഈ സർക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പ്ലാൻഡ് സാധനമാണല്ലേ? വളരെ സാധനമാണ്. അത് പല സംഗതികളെടുത്ത് നോക്കിയാൽ അറിയാം. അത് നമുക്ക് വിട്ടുകളയാനും പറ്റത്തില്ല, ആ വിഷയത്തെ വിട്ടുകളയാനും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഇത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ തുടർന്ന് വന്നുകൊണ്ടിരുന്ന ഒരു ആചാരത്തിനെ ഇതിനെ സർക്കാർ നേരിട്ട് നിർത്തലാക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അത് വളരെ അതിനെതിരെ ശബ്ദങ്ങളുയരും, പ്രതിഷേധങ്ങളുയരും, മറ്റു സംഗതികൾ വരും. ഇപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയ എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. കേരളത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗം പോലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കത്തില്ല. അതിലൊരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഒരു നോഡില്ലാതെ, അതല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സർക്കാർ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരറിവില്ലാതെ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശമില്ലാതെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഒരു നിർദ്ദേശം പോകും. സാമാന്യ ബുദ്ധി മാത്രം മതി. നമുക്ക് വലിയ ബുദ്ധിജീവി, ഇപ്പം കേരളം മുഴുവൻ വലിയ ബുദ്ധിജീവികളുടെ നാടാണ് അല്ലേ? ബുദ്ധിജീവി നടക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന കാരണം പാവങ്ങളുടെയൊക്കെ ഗതി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി എടുക്കത്തില്ല. മാത്രമല്ല ഒരു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ പോലും തൻ്റെയും തീരുമാനം ഇതാണെന്ന് ആ മീറ്റിങ്ങിൽ പറഞ്ഞതായിട്ടാണ് നമ്മൾ അറിയുന്ന സാധനം. അപ്പോൾ ഒരിക്കലും ഈ ഒരു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ അല്ലെങ്കിൽ ഒരു IPS ഓഫീസറുടെയോ IAS ഓഫീസറുടെ തലത്തിൽ എടുക്കേണ്ട തീരുമാനമല്ല ഇത്. എടുത്താൽ പ്രായോഗികമാവുകയുമില്ല. കാര്യം ഇതൊരു ചർച്ചാ വിഷയമാവും. ആകണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഈ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്നു, അവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ആചാരത്തിന് കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല, ക്രിസ്ത്യൻ സഭകളുടേതിന് കൊടുക്കുന്നില്ല, അത് അവരാവശ്യമായിട്ടൊന്നാ കൊടുക്കണ്ടേ? ന്യായമായ ചോദ്യം. നമുക്ക് അതിന് ന്യായീകരണം പറയാൻ. അപ്പോൾ അങ്ങനെ ഒരു വലിയ ചർച്ചാ വിഷയവും. അപ്പോൾ അത് വരുന്ന സമയത്താണ് മറ്റവർ പറയും, ഇത് കണ്ടില്ലേ മറ്റേ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൻ്റെ ഭരണം ഹിന്ദുക്കളെ ഏൽപ്പിക്കണം എന്നുള്ള അതും ശക്തമാവും. അപ്പോൾ ഒരു തലത്തിൽ ഇത് നോക്കുന്ന സമയത്ത് ക്രിസ്തുമത വിശ്വാസികൾക്കാണെങ്കിലും മറ്റ് ഇസ്ലാം മത വിശ്വാസികൾക്കാണെങ്കിലും ഇത് ഗവൺമെൻറ് നടപടി ശരിയാണെന്ന് തോന്നാം. തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ അപ്പോഴത്തേക്ക് അവിടെ ഒരു എന്താ പറയുക, ആ ബാങ്കിലേക്ക് കുറച്ചുകൊണ്ട് നിക്ഷേപം ഇട്ടു. കുറച്ച് വലിയ ചർച്ചയും ബഹളമൊക്കെ ആയി സാമൂഹികമായ വലിയ പ്രശ്നം ഉണ്ടാകുന്നു.
അപ്പോൾ ഒരു ഗാർഡ് ഓഫ് ഓണറിന് പോകുന്നത് ഒരു ദിവസത്തെ ഏതാനും മണിക്കൂറുകളത്തെ നടപടിയാണ്. മറിച്ച് ഇതിനൊരു പ്രതിഷേധം ഉണ്ടായി അവിടെ ജലപീരങ്കി മറ്റ് സംഗതികൾ കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എത്ര ഇരട്ടി ചിലവാകും അല്ലേ? അതെ, എത്രായിരം ഇരട്ടി ചിലപ്പോൾ വേണമെങ്കിൽ ചിലവാകാം. അതെ, സമയം അതിന് സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആർക്കൊക്കെ ജീവൻ നഷ്ടപ്പെടുന്നവരും അറിയാൻ പറ്റത്തില്ല. അതെ. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഈ ആചാരം, മതം, വിശ്വാസം ഇതിനൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒന്നാമത് കാലത്തിൻ്റെ പ്രത്യേകത ആദ്യം മനസ്സിലാക്കണം. ഉദാഹരണത്തിന് 75 MT വാസുദേവൻ നായർ നിർമ്മാല്യ സിനിമ കൊണ്ടുവന്നു. അപ്പോൾ അതിനകത്ത് വിഗ്രഹത്തിൻ്റെ നേർക്ക് തെറിയം വിളിച്ചിട്ട് തുപ്പുന്നുണ്ട്. ഇന്നാണെങ്കിൽ MT വാസുദേവൻ നായരല്ല, ഇനി ആരാണെങ്കിലും അങ്ങനെ ഒരു സിനിമ സ്വപ്നം കാണാൻ പറ്റത്തില്ല. അപ്പോൾ അന്ന് MT വാസുദേവൻ നായർ അത് ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് MT വാസുദേവൻ നായർക്ക് എന്താണ് ഈ ക്ഷേത്ര സംസ്കാരം എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഇല്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു സംഗതി ചെയ്തത്. അദ്ദേഹത്തിന് ശ്രീനാരായണ ഈ നവോത്ഥാനത്തിൻ്റെ സന്ദേശം, അത് വ്യക്തിയെ ഉത്തരവാദിത്തപ്പെടുത്തുക, അല്ലാതെ വേറൊരു ഈശ്വരൻ നമുക്ക് കഴിക്കാൻ തരുമെന്നല്ല പറയുന്നത്. വ്യക്തിയെ ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉപനിഷത്തിലെ ദർശനത്തിൻ്റെ ആണെങ്കിലും എന്ത് ഭാരതീയമായ സംസ്കാരത്തിൻ്റെ ആണെങ്കിലും ലക്ഷ്യം എന്ന് പറയുന്നത് വ്യക്തിയെ ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, അതിലൂടെ അവനെ സ്വതന്ത്രനാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് MT വാസുദേവൻ നായർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അന്ന് ഈ പ്രതിഷ്ഠയെ കാക്കിച്ചു തുപ്പുന്നത്. പക്ഷേ അന്ന് കേരളത്തിലെ സാമൂഹിക അവസ്ഥ അതിനെ അനുകൂലിക്കുന്നതായിരുന്നു. അപ്പോൾ ഇന്നത്തെ സാമൂഹിക അവസ്ഥയെ നോക്കിയിട്ട് ഇത് ഒന്ന് കുത്തിപ്പൊക്കി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ചർച്ച ഗവൺമെൻറ്റിന് സുഖമായിട്ട് ഭരിക്കാൻ പറ്റും, നടപടികളായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അവർക്കിനി ഏതെങ്കിലും ഗുരുതരമായ അല്ലെങ്കിൽ ഗൗരവമായ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു നല്ല മറയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 2 ബാങ്കുകളിൽ കുറച്ച് നിക്ഷേപം നടത്താം. അത് കഴിഞ്ഞിട്ട് വലിയ ചർച്ചയൊക്കെ ആയി വന്ന് ഹിന്ദു സംഘടനകളുമായിട്ട് ചർച്ചയൊക്കെ നടത്തി അവസാനം ശരി ഇത് പുനഃസ്ഥാപിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കും ഇതാവുന്നു. അപ്പം 3 ബാങ്കുകളിലും നിക്ഷേപം ഉണ്ടാക്കാം. എങ്ങനെയൊക്കെയുള്ള ചെറിയ ചില ചപല ചിന്തകളിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ കുസൃതി ചിന്തകളിൽ നിന്ന് അല്ലെങ്കിൽ എന്താ പറയുക വിനാശ ബുദ്ധി എന്നുള്ള സാധനങ്ങളുണ്ടല്ലോ, അത്തരം ചിന്തകളിൽ നിന്നുണ്ടാകുന്ന സംഗതികളാണ്. അത് ഈ ഒന്നാമത്തെ കാര്യം ഇത് രണ്ടും 2 സംഗതികളാണ്. ഒന്ന് ഇത് വളരെ വ്യക്തതയും തെളിച്ചവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആചാരങ്ങളുടെ കാര്യത്തിൽ കയറിയും കൈവയ്ക്കാൻ പറ്റുകയുള്ളൂ. മോശമായ ആചാരമാണെങ്കിൽ ഇല്ലായ്മ തന്നെ ചെയ്യണം. ഉദാഹരണത്തിന് ഗാർഡ് ഓഫ് ഓണറിൻ്റെ ആവശ്യം സത്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇന്നത്തെ സാഹചര്യം അത് നിർത്താനായിട്ട് യോജിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമല്ല. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് അവിടെ എന്താ വേണ്ടത്? അപ്പോൾ ഇതിൽ ഈ ഒരു അവയർനെസ് ആണ് ആവശ്യം. അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്. എന്താണ് ഇത് ആവശ്യമില്ലാത്ത ഒരു അവിടെയാണ് നമ്മൾ അവിടെയാണ് ഈ ഒരു ക്രിയേറ്റിവിറ്റി വേണ്ടത്. അപ്പോൾ സമൂഹത്തിൻ്റെ അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതായത് ഈ ഒരു ആവശ്യമില്ലാത്തൊരു ചടങ്ങ് തന്നെയാണ് ഈ ഗാർഡ് ഓഫ് ഓണർ, പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഈ പ്രത്യേക ചടങ്ങുകൾക്ക് വയ്ക്കുന്നത്. പക്ഷേ ഇത് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാവും. ഈ ഇപ്പം വന്നേക്കുന്ന ഉത്തരവനുസരിച്ച് ഒരു പ്രശ്നം, അതായത് നിർദ്ദേശം അനുസരിച്ചുള്ള പ്രശ്നം, ഈ ഗാർഡ് ഓഫ് ഓണർ വേണമെങ്കിൽ അതിനുള്ള ചെലവ് ക്ഷേത്രം വഹിക്കണം എന്ന് പറഞ്ഞാൽ പോലീസിന് പൈസ കൊടുത്തിട്ട് നിങ്ങളുടെ ഒരു സർവീസ് ആവശ്യപ്പെടുന്നു. ഇത് തന്നെ നാളെ ക്രിസ്ത്യൻ പള്ളിയിലൊരു എഴുന്നള്ളത്തിനോ അല്ലെ മുസ്ലിം പള്ളിയിലെ ഒരു ആഘോഷത്തിനോ ഞങ്ങളും പൈസ തരാം, ഞങ്ങൾക്ക് ഈ ഗാർഡ് ഓഫ് ഓണർ വേണം എന്നുള്ളതിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. അവിടെ ഞാൻ പറഞ്ഞത് ഇത് ഒരേ സമയത്ത് പല ബാങ്കുകളിൽ നിക്ഷേപിക്കുകയാണ്. ഇതാ പറഞ്ഞ് ഇത്രയും വൃത്തികെട്ട രാഷ്ട്രീയ സമീപനങ്ങളാണ് നമ്മളിവിടെ നടത്തുന്നത്. അതിനകത്ത് നമ്മൾ ഈ ഇങ്ങനെയുള്ള ഈ ക്ഷേത്രങ്ങളുടെയും അമ്പലങ്ങളുടെയും അതല്ലെങ്കിൽ പള്ളികളുടെയും മോസ്കുകളുടെയൊക്കെ കാര്യങ്ങൾ എടുത്തിട്ട് കലക്കുമ്പോഴാണ് ഈ സമൂഹത്തിൽ ആകെ ആശയക്കുഴപ്പമുണ്ടാകുന്നത്. ഇവിടെ മറിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇതെങ്ങനെ മാറ്റാൻ പറ്റും? ഈ ആവശ്യമില്ലാത്ത ആചാരങ്ങൾ എടുത്ത് കളയുക തന്നെ വേണം. അപ്പം ഉദാഹരണത്തിന് ശ്രീനാരായണ ഗുരു ചില ബിംബങ്ങളെയൊക്കെ എടുത്ത് കടലിൽ എറിഞ്ഞു. ഒരു മാടനെ മറുതയൊക്കെ എടുത്ത് കടലിൽ എറിഞ്ഞു സാധനം. അത് എറിയുക തന്നെ വേണം, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു ആചാരം, ഇത് ക്ഷേത്രാചാരത്തിന് പോലീസ് ഗാർഡിൻ്റെ ആവശ്യം എന്താണ്? അവിടുത്തെ ആചാരത്തിലേക്ക് നോക്കിയിട്ട് അത് ആവശ്യമുണ്ടോ ഇല്ലയോ, അത് ഏതെങ്കിലും രീതിയിൽ പ്രതീകാത്മകമായിട്ടത് ആവശ്യത്തിനനുസരിച്ചിട്ടാണോ അതങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതല്ല എന്ന് മനസ്സിലാക്കി അത് ഉപേക്ഷിക്കാനുള്ള അവസ്ഥയിലേക്ക് വരണം. അത് ആ ഒരു അറിവിലേക്ക് സമൂഹം ഉണരണം. ആ സമൂഹത്തിനെ അങ്ങനെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്നിടത്താണ് സ്വാഭാവികമായിട്ടും ഒരു സർക്കാർ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വം
വളരെയധികം ഉയർന്നു ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ പ്രശ്നം പൊതുവെ അറിയപ്പെടുന്നത് നിലവിലെ ഇടത് സർക്കാർ എപ്പോഴും ഹൈന്ദവർക്കെതിരാണ്, ഹിന്ദുമതത്തിനെതിരാണെന്നാണ്. അപ്പോൾ ഈ ഇടത് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമായിട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ ഹിന്ദുക്കൾക്കെതിരായ നീക്കമായി വന്നു എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കപ്പെടുകയും ചെയ്യില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ വരും. പക്ഷേ അതിൻ്റെ ഈ എന്തുകൊണ്ടാണ് ഈ ഇടത് സർക്കാർ അല്ലെങ്കിൽ CPM നേതാക്കൾ ഇത്രയും വലിയ ഈ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ഹിന്ദുക്കൾക്കും എതിരെയുള്ള നടപടി സ്വീകരിക്കാൻ മനസ്സിലായിട്ടുണ്ടോ? ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. ഓരോ ഉദാഹരണത്തിന് പിന്നെ ഈ ഹിന്ദുമതത്തിൽപ്പെട്ട CPM-ലെ നേതാക്കന്മാർ അവരെല്ലാം ജാതിയെയും മതത്തെയും നിഷേധിക്കുന്ന ആൾക്കാരാണ് ശക്തമായിട്ട്. അവർ നിഷേധത്തിലൂടെയാണ് അവരുടെ സെക്യുലറിസത്തെയും ജാതിയില്ലായ്മയും പുറത്താക്കുന്നത്. അത് ഉദാഹരണത്തിന് അച്യുതാനന്ദൻ മന്ത്രിസഭയിലാണെന്ന് തോന്നുന്നു MA ബേബി ബിഷപ്പുമാർക്കെതിരെ ഘോരമായിട്ട് സംസാരിക്കുന്നു, മന്ത്രിയായിരുന്നത്. അതേസമയത്ത് നമ്മുടെ AK ബാലൻ ദേവിമാർക്കെതിരെ സംസാരിക്കുന്നു. ബേബി ബിഷപ്പുമാർക്കെതിരെ സംസാരിക്കാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന ബോധമുള്ളത് കൊണ്ടാണ്. അവരിലുള്ള ജാതി ചിന്തയാണ് അവരെ കൊണ്ടിങ്ങനെ സംസാരിപ്പിക്കുന്നത്. AK ബാലൻ സംസാരിക്കുന്നത് താൻ ഹിന്ദു ആണെന്നുള്ള ബോധം തൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തനിക്ക് വിമർശിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ പുരോഗമനം അതല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ജാതി മത ചിന്ത അവരറിയാതെ പോലും അവരുടെ ഉള്ളിൽ അടിത്തട്ടിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇത്തരം നടപടികൾ വരുന്നത്. അതായത് ഹിന്ദുക്കളായ ഞങ്ങൾ ക്ഷേത്രങ്ങൾക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കത്തില്ല, അത് സെക്യുലറിസം ആവും, അത് വളരെ പുരോഗമനപരമാകും എന്ന് വിചാരിക്കേണ്ട. അപ്പോൾ അവരിലുള്ള ഈ ജാതി മത ചിന്തയാണ് ആദ്യം മാറേണ്ടത്. നമ്മളിവിടുത്തെ ഓരോ നമ്മളിവിടുത്തെ ഈ പിന്നെ ഹിന്ദുമതത്തിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരെ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോൾ CPM-നെ തന്നെ എടുത്ത് നോക്കുക, ശക്തമായിട്ട് സംസാരിക്കുന്നത്. അത് അവർ സംസാരിക്കാനുള്ള ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാം, കാരണം ഞാൻ സംസാരിച്ചാൽ എന്നെ തെറ്റിദ്ധരിക്കത്തില്ല, കാരണം എൻ്റെ പേര് ഹിന്ദുവിൻ്റെ പേരാണ്. അതാണ് കൃത്യം, അതാണ് എൻ്റെ കൃത്യം. അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഹൈന്ദവ ബോധമാണ് അവരെ കൊണ്ടങ്ങനെ അതിൽ നിന്ന് അവർ പുറത്തു വരണം. അതിൽ നിന്ന് പുറത്തു വന്ന് അത് ആ മനുഷ്യനാണെന്നും എന്നെപ്പോലുള്ളൊരു മനുഷ്യനാണ് ഞാൻ കാണുന്നതെന്നും മറ്റ് ജീവികളും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ, ഞാനും ജന്തുലോകത്തിലൊരു ഒരു വ്യക്തിയാണ്, അംഗമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വരുമ്പോഴത്തേക്കാണ് ആ കാഴ്ച അവിടെ മാറുന്നത്. സാറ് പറഞ്ഞതൊക്കെ വളരെ കൃത്യമായ കാര്യങ്ങളാണ്. കാരണം ഗാർഡ് ഓഫ് ഓണർ എന്നുള്ളത് വേണോ വേണ്ടയോ എന്നുള്ളൊരു ചർച്ച മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇത് പ്രൊജക്റ്റ് ചെയ്തത്. അപ്പോൾ സർക്കാർ അറിയാതെ എന്തായാലും ഒരു IAS റാങ്കിലുള്ള ഒരാൾ ഇത്തരം തീരുമാനം എടുക്കില്ല. അപ്പോൾ സർക്കാരിൻ്റെ നിലപാട് എന്താണെന്നൊക്കെയുള്ള വരും ദിവസങ്ങളിൽ ഇനി ഒരു ചർച്ചയായി മാറട്ടെ. അപ്പോൾ നമുക്ക് വിശദമായിട്ട് വീണ്ടും കാണാം. തീർച്ചയായിട്ടും. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.